ഗതാഗതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ പുരാണങ്ങളുടെയും ഉൽപ്പത്തി ദേശം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെ നൈമിഷാരണ്യം എന്നാണ് പറയപ്പെടുന്നത്. ഈ നൈമിഷാരണ്യത്തിൽ കലിയുഗത്തിൻ്റെ ആരംഭകാലത്ത് മഹായോഗിമാരായ ഋഷീശ്വരന്മാരും ജിജ്ഞാസികളായിട്ടുള്ളവരും ഒത്തുചേർന്നു. ഇവരൊത്തുചേർന്ന സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പര്യാപ്തമായ ഗുരുനാഥന്മാരും വന്നു ചേരുക ഉണ്ടാവുകയും പതിവാണ്. അങ്ങനെ വന്നു ചേരുന്ന ഗുരുനാഥന്മാരോട് തങ്ങൾക്ക് അറിയേണ്ടതും അറിയുന്ന കാര്യങ്ങൾ കുറെ കൂടി ആസ്വദിച്ചു മനസ്സിലാക്കുന്നതിനും വേണ്ടി, മനസ്സിലായില്ലേ, അറിയുന്ന കാര്യങ്ങളിൽ വീണ്ടും 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 മുഴുകുന്നതിന് വേണ്ടിയും ഈ ഋഷീശ്വരന്മാർ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് ഗുരുനാഥന്മാർ നൽകുന്ന ഉത്തരമാണ് പുരാണങ്ങൾ എന്ന നിലയിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഈ നൈമിഷാരണ്യം എന്നത് ഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇന്ന് നമുക്ക് പോയാൽ ദർശനം നടത്താവുന്ന നിരവധി ആലുകൾ കൊണ്ടൊക്കെ സമ്പന്നമായ വളരെ ശാന്തപൂർണമായ ഒരു സ്ഥലമാണ് നൈമിഷാരണ്യം എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം. ആ നൈമിഷാരണ്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ പുരാണത്തിൽ നൈമിഷാരണ്യത്തെക്കുറിച്ച് പറയുന്നത്, ഈ മഹർഷിമാരെല്ലാവരും ചേർന്ന് ബ്രഹ്മാവിനെ പോയി കണ്ടു. ബ്രഹ്മാവിനോട് ചോദിച്ചു, ബ്രഹ്മദേവ, കലിയുഗം ആരംഭിക്കുകയാണ്. ഈ കലിയുഗത്തിൽ മലിന ചിന്താഗതികൾ കൊണ്ട് മനസ്സ് ദുഷിക്കാൻ ഇടയുണ്ട്. മനസ്സിലായില്ലേ? കലിയുഗത്തിൽ എന്താ ദുഷിക്കുന്നതെന്ന് ചോദിച്ചാൽ മനസ്സാണ്. ഇതെല്ലാം നമുക്കുള്ള സാധനമല്ലേ? മനസ്സിലായില്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ദുഷിച്ചാൽ അതാണ് നമ്മുടെ കലിബാധ. അല്ലാതെ സമൂഹം ദുഷിച്ചതല്ല. നമ്മളൊക്കെ പറയും, ഓ കലിയുഗമല്ലേ, നാട് മുഴുവൻ നശിച്ചു എന്ന് പറയും. അങ്ങനെയല്ല. ഈ നാട് മുഴുവൻ നശിക്കുന്നതിൻ്റെ കാരണം, അങ്ങനെ തോന്നുന്നതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിലും ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം ഈ കലിയുഗത്തിൽ കലിബാധ ഏൽക്കാതെ, മനസ്സിലായില്ലേ, ഈ അപകടം വരാതെ, ഇപ്പം രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതെന്താ? രോഗം വരാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ കലി ബാധിച്ചിട്ട് കലിയെ ഒഴിപ്പിക്കുന്നതിനേക്കാളും കലി ബാധിക്കാതിരിക്കാൻ, മനസ്സിലായില്ലേ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു ചോദ്യം ചോദിച്ചു. അതിനെവിടെയാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവിടെ ഭഗവത് കഥകൾ കൊണ്ട് മനസ്സിനെ എന്ത് ചെയ്യണം? ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? ഭഗവത് ചരിതങ്ങൾ ആവർത്തിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ചു. കാരണം ഭഗവത് ചിന്തയുള്ളിടത്ത് എന്തുണ്ടാവില്ല? കലിബാധയുണ്ടാവില്ല. അപ്പോൾ ഭഗവത് സ്മരണകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനെവിടെയാണ് ഏറ്റവും നല്ല മനസ്സ് ശാന്തമാക്കി ഈ ഭഗവത് കഥകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അന്തരീക്ഷമല്ലേ? ഒരു അന്തരീക്ഷം പ്രധാനമാണല്ലോ. അതിന് പറ്റിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ ഒരു ചക്രം ഇവർക്ക് കൊടുത്തു. ഈ ചക്രം ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് പിന്നാലെ യാത്ര ചെയ്യാൻ പറഞ്ഞു. എവിടെയാണോ ഈ ചക്രം നിശ്ചലമാകുന്നത്, അത് തകർന്ന് നിലത്തേക്ക് പതിക്കുന്നത്, ആ സ്ഥാനം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവൻ കൊടുത്ത ചക്രം അതിങ്ങനെ ഉരുണ്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അതിന് പുറകിൽ ഋഷീശ്വരന്മാരെല്ലാവരും സഞ്ചരിച്ചു കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഈ ചക്രം വന്ന് നിശ്ചലമായ സ്ഥലത്ത് ഇവർ അവിടെ വസിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് ഇവർ ഈ കലികാലത്തെ അതിജീവിക്കാൻ ആവശ്യമായ ജ്ഞാനത്തെ ഉപദേശ രൂപേണ യോഗ്യന്മാരായ ഗുരുനാഥന്മാരിൽ നേടാൻ തുടങ്ങി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് നൈമിഷാരണ്യം. മനസ്സിലായില്ലേ? എല്ലാ പുരാണങ്ങളും ഈ സ്ഥലത്താണ് ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് വളരെ പ്രധാനമാണ്. ആ നൈമിഷാരണ്യത്തിലിരുന്നു. ഇവിടെ എന്താ നൈമിഷാരണ്യം എന്ന് ചോദിച്ചാൽ, നേമി എന്നത് ചക്രം എന്നാണ്. നേമി തകർന്ന സ്ഥലം എന്നൊരർത്ഥം ഉണ്ട്. അതായത് ചക്രം വന്ന് തകർന്ന സ്ഥലം. ഇവിടെ ചക്രം ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ സഞ്ചാരഗതിയാണ്. നമ്മുടെ എല്ലാവരുടെ മനസ്സും ഒരു ചക്രം പോലെ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതല്ലേ? അല്ലേ? സാധാരണഗതിയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് സ്റ്റോപ്പെങ്കിലും ഉണ്ട്. നമുക്ക് സ്റ്റോപ്പുണ്ടോ? നമ്മളിങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടാണോ റൂട്ട് നിശ്ചയിക്കുന്ന? നമ്മളാണോ? ആണോ? രാവിലെ എണീറ്റിട്ട് ഇന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിൽ വരാവൂ എന്ന് ചിന്തിച്ചിട്ടാണോ നമ്മുടെ മനസ്സിലേക്ക് പലതും വരുന്നത്? ഒരിക്കലും അല്ല. അതെങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. ഈ കടക്കുന്നതിന് പുറകെ നമ്മൾ അലഞ്ഞുകൊണ്ടിരിക്കും. ശരിയല്ലേ? നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ചിലപ്പോൾ ഈ സമയത്ത് കോട്ടയത്താണെങ്കിൽ അവിടെ കിടന്ന് അലഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ സുഖമായിട്ട് ഫാൻ്റെ കീഴിൽ ഇരിക്കുക, വെയിൽ കൊള്ളാതെ. പക്ഷേ കോട്ടയത്ത് ടൗണിൽ കിടന്ന് അലയുമ്പോൾ നമ്മൾ അവിടുത്തെ വെയിലും കൊള്ളും, അവിടുത്തെ ട്രാഫിക്കിനെ അനുഭവിക്കും. ഇല്ലേ? പുറകിലത്തെ വണ്ടിക്കാരൻ വന്ന് ഹോൺ അടിച്ചിട്ട് ബഹളം വെക്കുന്നത് വരെ നമ്മൾ അനുഭവിക്കും. ശരിയല്ലേ? മനസ്സുകൊണ്ട് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സഞ്ചാരഗതികളൊക്കെ അവസാനിപ്പിച്ച് മനസ്സ് നിശ്ചലമാകുമ്പോഴാണ് ശരിയായ ജ്ഞാനത്തെ നേടാൻ സാധിക്കുന്നത്.
ഇവിടെ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുമോ? എല്ലാം കേൾക്കുന്ന ജോലി ചെയ്യും, പക്ഷേ ഇതിനെ ഉൾക്കൊള്ളുന്ന ജോലി മനസ്സും ബുദ്ധിയും ചെയ്യില്ല. മനസ്സ് വേറെ വരണോ അലയുകയാണെങ്കിൽ കേട്ടത് മനസ്സിൽ പോലും വരില്ല. അടുത്തിരിക്കുന്ന ആള് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെന്താണ് എന്ന് പോലും പറയാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ശരിയല്ലേ? അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് അയ്യോ ഇപ്പം എന്തോ പറഞ്ഞേ, മനസ്സിലായോ? നമ്മൾ വേറെ എവിടെയാണ് നിലനിൽക്കുന്നതും നമ്മൾ ആ സമയത്ത് ജീവിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മനസ്സ് ഒന്ന് ശാന്തമായാൽ ആ മനഃശാന്തിയിൽ നിന്ന് തന്നെയാണ് ജ്ഞാനം ആരംഭിക്കുന്നത്. ശരിയായ ജ്ഞാനം. മനസ്സിലായല്ലേ? നമ്മൾ പുസ്തകം പഠിച്ച് കാണാതെ പഠിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ചിട്ടല്ല സൂചിപ്പിക്കുന്നത്. ശരിയായ ജ്ഞാനം ആരംഭിക്കുന്നത് മനസ്സ് എപ്പോഴാണോ നിശ്ചലമാകുന്നത് അവിടെ നിന്ന്. കാരണം എന്താ? മനസ്സ് നിശ്ചലമാവുമ്പോൾ നമുക്ക് ശ്രദ്ധ എന്നത് ഉണർന്നു വരും. അപ്പോൾ ശ്രദ്ധ ഉണർന്നാൽ നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ വളരെ എളുപ്പം സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പം മനസ്സാകുന്ന ചക്രം അത് വന്ന് പതിച്ച സ്ഥലമാണേത്? നൈമിഷാരണ്യം. അങ്ങനെ നൈമിഷാരണ്യത്തിൽ മഹർഷിമാരെല്ലാം ഒത്തുകൂടി ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് സൂത പൗരാണികൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ വന്നു ചേർന്നു. ഈ സൂത പൗരാണികൻ എന്ന് പറയുന്ന ആചാര്യൻ വ്യാസൻ്റെ ശിഷ്യനാണ്. വ്യാസന് പ്രധാനമായും പുരാണങ്ങൾ വ്യാസൻ പകർന്നു കൊടുത്ത 2 പേർക്കാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ മകനായ ആർക്കാണ്? വ്യാസന്റെ മകനായ യജ്ഞം 21 കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ രുക്മിണി സ്വയംവരത്തിൽ നടപ്രദവനായിരുന്ന ബ്രഹ്മസരിയായിരുന്നു. ഇപ്പൊ കൃത്യമായ മറുപടി കിട്ടി. നടപ്രദവനായിരുന്നു ശ്രീശുകൻ. അപ്പോ ആ ശ്രീശുകനും അതുപോലെ തന്നെ സൂത പൗരാണികൻ തൻ്റെ ശിഷ്യനാണ് സൂതൻ. അങ്ങനെ ഇവർ 2 പേർക്കുമാണ് പുരാണജ്ഞാനത്തെ ആര് പകർന്നത്? വ്യാസൻ പകർന്നത്. അങ്ങനെയുള്ള സൂത പൗരാണികൻ ഈ നൈമിഷാരണ്യത്തിലേക്ക് വന്നു ചേർന്നു. നൈമിഷാരണ്യത്തിൽ വന്നു ചേർന്നപ്പോൾ അവിടെ ഇരുന്ന മഹർഷിമാരിൽ പ്രധാനിയായിട്ടുള്ള ശൗനകാദി മഹർഷിമാർ ചോദിച്ചു. ഒരാളല്ല ചോദിച്ചത്. ശൗനകാദി മഹർഷിമാർ എന്ന് പറഞ്ഞാൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി ചോദിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ എല്ലാവരും കൂടി ചോദിച്ചു. മനസ്സിലായില്ലേ? എല്ലാവർക്കും എന്തറിയണം? എല്ലാവർക്കും ജ്ഞാനത്തെ വേണം. അപ്പൊ അവർ ചോദിച്ചു, അല്ലയോ സൂത പൗരാണിക, അങ്ങ് സാക്ഷാൽ ഭഗവാൻ നാരായണന്റെ ഏറ്റവും വിശിഷ്ടപൂർണമായ അവതാരമാണല്ലോ കൃഷ്ണാവതാരം. ആ കൃഷ്ണാവതാരവും അതിൻ്റെ അനുബന്ധ മഹത്വത്തെയും ഞങ്ങൾക്ക് വേണ്ടും വണ്ണം പറഞ്ഞു തന്നാലും പലതവണ ഞങ്ങളിത് കേട്ടിട്ടുണ്ട്. എങ്കിൽ പോലും കേട്ടിട്ടും ഞങ്ങളുടെ എന്ത് തീർന്നിട്ടില്ല? ആശ തീർന്നിട്ടില്ല. അപ്പൊ കേൾക്കാനിരിക്കുന്നവരും ജ്ഞാനികളാണ്. മനസ്സിലായില്ലേ? കേൾക്കാനിരിക്കുന്നവരും ജ്ഞാനികളാണ്. അപ്പോൾ അവർ വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞു തന്നാലും എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഭാഗവതത്തിന്റെ ഉൽപ്പത്തിയാദി ചരിത്രത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം വ്യാസന്റെ പുത്രനായിട്ടുള്ള ശ്രീശുകൻ ഈ ഭാഗവതത്തെ 7 ദിനങ്ങളിലായി ഉപദേശിച്ച ഒരു ക്രമമുണ്ടായി എന്നും കൂടി സൂചിപ്പിക്കുന്നു. അപ്പൊ ഭാഗവതത്തിൽ വ്യാസപുത്രനായ ശ്രീശുകനെ ഉപദേശിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സ്വധാമ ജീവിതമൊക്കെ തീർന്ന് പൂർണ്ണ ജീവിതമൊക്കെ കഴിഞ്ഞ് കലിയുഗത്തിൻ്റെ ആരംഭം. മനസ്സിലായില്ലേ? ആ കലിയുഗത്തിൽ പരീക്ഷിത്ത് എന്ന് പറയുന്ന രാജാവായി ഇരിക്കുന്ന സമയത്താണ് പിന്നീട് ആര് ഉപദേശിക്കുന്നത്? ശ്രീശുകൻ ഉപദേശിക്കുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞ ചരിതത്തെ അത് വീണ്ടും ആവർത്തിച്ച് ഉപദേശിക്കുകയാണ്. മനസ്സിലായില്ലേ? ഭഗവാന്റെ ജീവിതം മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഭഗവാന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ആർക്ക് വരുന്നത്? ഇവിടെ ശൗനകാദി മഹർഷിമാർക്കും അതുപോലെ തന്നെ പരീക്ഷത്തിനൊക്കെയുള്ള ഭാഗം. അപ്പം പരീക്ഷത്തിന് ശ്രീശുകൻ എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത് എന്ന ഭാഗത്തെയാണ് ആരിവിടെ ഉദ്ധരിക്കുന്നത്? സൂത പൗരാണികൻ എടുത്ത് കാട്ടുന്നത്. സൂത പൗരാണികൻ പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കൃത്യമായ ക്രമത്തിൽ ഭഗവാന്റെ ചരിതം പറയണമെങ്കിൽ അത് എൻ്റെ തന്നെ സതീർത്ഥനും വ്യാസപുത്രനുമായ ശ്രീശുകൻ പറഞ്ഞ ക്രമമനുസരിച്ച് പറയുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രീശുക പരീക്ഷിത്ത് സംവാദ രൂപേണയുള്ള ഭാഗവതം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു? സൂത പൗരാണികൻ അവതരിപ്പിക്കുകയാണ്. ആർക്ക് നിമിത്തമാക്കി? ശൗനകാദി മഹർഷിമാരെ നിമിത്തമാക്കിക്കുന്നു. ഇവിടെ എന്തിനാണ് ഈ നിമിത്തമാക്കൽ എന്ന് ചോദിച്ചാൽ
നമ്മുടെ പ്രതിനിധികളാണ് ഇവരൊക്കെ. മനസ്സിലായില്ലേ? നമ്മൾ ചോദിക്കാത്ത ചോദ്യം, നമ്മുടെ മുന്നിൽ നമുക്ക് അറിയേണ്ടതുമായ ചോദ്യം ഇവരിലൂടെ ചോദിപ്പിച്ച് അവർക്ക് കൊടുക്കുന്ന ഉത്തരത്തിലൂടെ നമുക്കുള്ള ഉത്തരമാണെന്ന് ബോധിപ്പിക്കുകയാണ് പുരാണം. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണഗതിയിലുള്ള ജീവിതത്തിൽ കിടന്നിങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഓടുമ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ നിന്ന് ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് ഉത്തരം നേടാൻ പറ്റുമോ? ചിലപ്പോൾ എല്ലാ ചോദ്യങ്ങളും കൃത്യമായി നമുക്ക് ഉടലെടുപ്പിക്കാനും സാധിക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള ചോദ്യം മറ്റൊരാൾ ചോദിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ചോദ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണല്ലോ, എൻ്റെ ഉള്ളിൽ ഉള്ളതാണല്ലോ എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം ലഭിക്കുന്നിടത്ത് നമ്മളും നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ശൗനകാദി മഹർഷിമാർക്ക് വേണ്ടി അവിടെ സുത പൗരാണികൻ ഈ ഭാഗവതത്തെ ഉപദേശിച്ച് നൽകുന്ന നൈമിഷ്യാരണ്യത്തിലൂടെ ഭാഗവതം അനാവരണം ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക്